ഹലോ, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. വീണ്ടും നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. നിലാവുക്ക് എന്മേൽ എന്നടി കോപം. നമ്മുടെ ധനുഷിൻ്റെ വരാൻ പോകുന്നൊരു പടമാണ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം. ഇതിനൊന്ന് മലയാളത്തിലാക്കിയാൽ നിലാവ് ചന്ദ്രൻ, ചന്ദ്രൻ എന്തിനാടി എന്നോട് ദേഷ്യം. ഇങ്ങനെ ഒരു മലയാള സിനിമയുടെ ടൈറ്റിൽ ഒരിക്കലും മലയാളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. തമിഴിൽ ധനുഷിൻ്റെ തമിഴിൽ ധനുഷിൻ്റെ ഇതിനു മുമ്പുള്ളൊരു പടമുണ്ട്, എനൈ നോക്കി തോയും തോട്ട. എനൈ നോക്കി പായും തോട്ട. ഇതിൻ്റെ മലയാളം ആലോചിച്ച് നോക്കിയേ, എന്നെ നോക്കി വരുന്ന ബുള്ളറ്റ് അല്ലെങ്കിൽ എന്നെ നോക്കി വരുന്ന വെടി. എന്തായാലും തമിഴിൽ മാത്രമേ ഇങ്ങനത്തെ ടൈറ്റിൽ ഉണ്ടാവും. ഗൗതം വാസുദേവ് മേനോനാണ് ഇങ്ങനത്തെ പേരുകൾക്കൊരു തുടക്കം. എനൈ നോക്കി പായും തോട്ട, അച്ചമെൺപത് മടമയ്യട, ഇതെല്ലാം പുള്ളിയുടെ ടൈറ്റിൽസാണ്. എനിക്കൊന്നും പുള്ളിക്കാരൻ്റെ ഏറ്റവും നല്ല ടൈറ്റിൽ ഒന്നും മിന്നലെയും കാക്ക കാക്കയാണ്. പിന്നെ വാരണമായിരം, വിണ്ണൈ താണ്ടി വരുവായ, അതുപോലെ ഒരു ഗൗതം മേനോൻ സ്റ്റൈലാണ് ഇതിൻ്റെ ടൈറ്റിൽ. സോ നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. ആഹാ, ഫസ്റ്റ് ഫ്രെയിമേ വെള്ളവടിയാണല്ലോ ദൈവമേ. ലവ് ബാർ വയസ്സാകത്തുമില്ല. മാത്യൂസ് ഇതിലുണ്ട്, ധനുഷിന്റെ മോനുണ്ട്, പ്രിയ വാര്യറുണ്ട്. இந்த பொண்ணும் லவ் பண்றாங்க. அப்போ இந்த பையன் யாரு? I'm பிரபு. நீ எல்லாம் சமையல்காரன் ஆகணும்னு சொன்னல. நீங்க குக்கா? நான் குக் இல்ல, ஷெஃப். ரெண்டும் ஒண்ணுதான். உனக்கு எவ்வளவு சம்பளம்? Do you drink? Do you smoke? சாவடா. இப்போ நான் ஒரு கதை சொல்லவா? இது ஒரு பையன், இது ஒரு பொண்ணு. இந்த பையனும் இந்த பொண்ணும் கல்யாணம் பண்ணிக்க போறாங்க. அப்போ இந்த பொண்ணு யாரு? My ex-girlfriend. இன்னொரு பொண்ணு வேற லவ் பண்ணியாடா? ridiculous. ട്രെയിലർ ധനുഷ് ഇല്ലല്ലോടെ. ആദ്യം കണ്ട ഫ്രെയിം ഇതല്ല, പിന്നെ കണ്ടിട്ടില്ലേ? This is பிரபு. நாங்க ரெண்டு பேரும் லவ் பண்றோம். கோபடாவே சொல்றேன், ஒண்ணு எனக்கு சுத்தமா பிடிக்கல. I don't care. உனக்கு எதுவுமே நார்மலா நடக்காதடா. I want to marry you. Let's get married. So cute. പ്രിയ വാര്യർ എന്നെ ജി പ്രകാശ് எக்ஸ்-கேர்ள்ஃப்ரெண்ட்க்கு கல்யாணம்னா அவர் ரொம்ப கஷ்டப்படுவார்ல. ப்ளீஸ் டேக் கேர் பண்ணுங்க. டேய், இது உனக்கு கொஞ்சம் கூட எஃபெக்ட் பண்ணலையா? ஆஃப் கோர்ஸ் நாட், சான்ஸே இல்ல. എന്നാലും മാത്യൂസ് കംപ്ലീറ്റ് തമിഴ് പോയല്ലോടെ. ஏய், அவங்க ரெண்டு பேரையும் பிரிக்கணும்டா. മാത്യൂസ് അല്ല ഡബ് ചെയ്തേക്കുന്നത്. நிலாவை பார்த்தா அவங்க ரொம்ப கம்ஃபர்டபுளா மூவ் ஆயிட்ட மாதிரி தெரியுது. லவ்வுக்கும் லவ் ஃபெயிலியருக்கு நடுவுலையும் மாட்டின முழிக்கிற மச்சான். ஜாலியாக வாங்க, ധനുഷ് ഉണ്ട്. ஜாலியாக போங்க. റിട്ടേൺ ഡയറക്ടഡ് ബൈ ധനുഷ. മൊത്തം സർപ്രൈസ് ആയിരുന്നല്ലോ ഇവിടെ. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ്. ഇതൊന്നും പോരത്തെ നമ്മുടെ മാത്യൂസ് ഉണ്ട്, പ്രിയ വാര്യർ ഉണ്ട്. ഇതിൻ്റെ ഒരു ട്രെയിലർ ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം അപ്പോൾ മൊത്തത്തിൽ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ധനുഷ് സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമ രായന് ശേഷം വരുന്ന പടം നേരെ തിരിച്ചൊരു, അത് ഭയങ്കര ഒരു വയലൻസ് പടമാണെങ്കിൽ നേരെ ഒരു ഫീൽ ഗുഡ്, ഒരു റൊമാൻറ്റിക് സാധനമാണ്. കംപ്ലീറ്റ് മലയാളികളാണല്ലോ ഇവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ആ മെയിൻ ക്യാരക്ടറിൻ്റെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ കല്യാണമാണ്. കാമുകിയുമായിട്ട് ചെല്ലുന്നതായിരിക്കും. എന്തായാലും ഒരു പക്ക ഒരു റൊമാൻറ്റിക് റോംകോം നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാം. ഈ പടത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസും റിവ്യൂവും ഈ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും. സോ വെയിറ്റ്.